എടാ എന്താണ് പ്രശ്നം? എടാ ഞങ്ങൾ ഇവിടെ നിൽക്കുക നേതൃത്വം വന്ന് ആരെയും ചീത്ത വിളിച്ചിട്ടേ വെറുതെ വിടാൻ പറ്റാ നമ്മുടെ നാട്ടിൽ വന്ന് വിടാവിടെ. ആഹാ നമ്മുടെ നാട്ടിൽ വന്നോ ഉറാവിന്റെ പുറകെ. എന്തിന് അവൻ എന്തോന്ന് പറഞ്ഞിട്ട് പോയെ? ഏതോ ഒരുത്തം വന്ന് ആരെയോ ചീത്ത വിളിച്ചിട്ട് പോയെന്ന്. അത് ആരാന്ന് അവനും അറിഞ്ഞൂടാ. അതിനവൻ വഴക്കുണ്ടാക്കാൻ പോകുന്നു. അത് ശരിയാന്നല്ലേ. അവനോ വള്ളി പിടിക്കാൻ പോകുന്നു. നിനക്കെന്തറാ ഇത് ആദ്യ സംഭവമാണെന്നാണ് നിന്റെ വിചാരം? അപ്പൊ അവന്റെ മെയിൻ പരിപാടി ഇതാണല്ലേ. ഇതൊക്കെ എന്ത്? നീ ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് ഒരു സോഡ വാങ്ങിച്ച് പൊട്ടിച്ച് അതിന് ഗ്യാസ് ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? അത് കൊടുത്തിട്ട് വേറെ തരാൻ പറയും. സോഡയ്ക്ക് ഗ്യാസ് ഇല്ലാത്ത കടക്കാരന്റെ കുഴപ്പമാണോ? അയാൾ അത് പറഞ്ഞാൽ മാറ്റി കൊടുക്കത്തില്ലേ? അതിന് പകരം ആ സോഡ കുപ്പി എടുത്തെറിഞ്ഞ് ആ കുപ്പി എന്നൊരു ഗ്ലാസ്സിൽ കൊണ്ട് ഗ്ലാസും പൊട്ടി അവിടെ എല്ലാം കമ്പോളം ഉണ്ടാക്കി ആ സോഡയുടെയും ഗ്ലാസിന്റെയും നഷ്ടപരിഹാരം കൊടുത്ത് ഒരു നാണമല്ലാതെ ഇറങ്ങി വരുന്നവൻ അവൻ. അവന് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാത്തോണ്ടാ. അവനെ നേരിട്ട് ഞാൻ ഒന്ന് കാണട്ട്. നിന്നെ ഞാൻ ഒന്ന് കാണാതിരുന്നെ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? പട്ടി വീടിന് മുന്നിൽ നടന്ന് ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് കിട്ടിയോ? ഇല്ല, കടി എടുത്തതിന് മുന്നേ ഓടി രക്ഷപ്പെട്ടു. എടാ നീ എല്ലാം പുറകുവശം വെച്ച് കാണുന്നോണ്ടാ. ആര് പറഞ്ഞു? ഞാനും കാണാതെ വന്നേ. നിങ്ങൾ ഇനി കണ്ടെങ്കിൽ ആരും പറയായിരുന്നു. ഡാ അതല്ല, നീ കാര്യങ്ങൾ നേരെ കാണാത്തതുകൊണ്ടാ. എടാ പട്ടികൾ ചെരുപ്പ് എടുത്തോണ്ട് പോകുന്നത് സ്വാഭാവികമാണ്. ഒരു പട്ടി പോയാൽ അടുത്ത പട്ടി വരും. ചെരുപ്പ് സൂക്ഷിക്കേണ്ട നിന്റെ ചുമതല. അതുമല്ല ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അതിനുള്ള സൊല്യൂഷനുകൾ കണ്ടെത്ത്. അത് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോളാം പരിഹാരം. ഞാൻ പട്ടിയുടെ പുറകെ പോയി പട്ടിയുടെ കടിയും കൊടുത്തു. നിനക്ക് കാണാം. ഇനി ചെറിയ കടിയൊന്നും അല്ല, വലിയ എന്തോ കടിയേ.